ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 36. ദ്യൂതം ഝലയതാമസ്മി തേജസ്തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. വിവർത്തനം. വഞ്ചകരുടെ ചൂതുകളിലും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ജയവും സതുദ്യമവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. ഭാവാർത്ഥം. പ്രപഞ്ചത്തിൽ പലവിധം വഞ്ചകരുണ്ട്. വഞ്ചനകളിൽ വെച്ച് മുഖ്യമായ ചൂതുകളി ആ പ്രാധാന്യം കൊണ്ടുതന്നെ കൃഷ്ണന്റെ പ്രതിനിധിയായി. പരമപുരുഷനായ കൃഷ്ണന് മറ്റാരെക്കാളും വഞ്ചകനാകാൻ കഴിയും. ഭഗവാന് ഒരാളെ വഞ്ചിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വഞ്ചനയെ കടന്നു നിൽക്കാൻ ആർക്കും സാധ്യമല്ല. ഭഗവാന്റെ മഹത്വം ഏകമുഖമല്ല, സർവതോമുഖമാണ്. വിജയികളിൽ വിജയം തന്നെയാണ് കൃഷ്ണൻ. തേജസ്വികളുടെ തേജസ്സും. ഉദ്യമികളിൽ വെച്ച് മഹോദ്യമിയാണ് അദ്ദേഹം. സാഹസികളിൽ സാഹസിയും ശക്തരിൽ വെച്ച് ശക്തനും. കൃഷ്ണൻ ഭൂമിയിൽ പ്രത്യക്ഷനായിരുന്ന കാലത്ത് കരുത്തുകൊണ്ട് അദ്ദേഹത്തെ കീഴടക്കുന്ന ഒരാളുമുണ്ടായിരുന്നില്ല. ബാല്യത്തിൽ തന്നെ അദ്ദേഹം ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി. വഞ്ചനയിൽ അദ്ദേഹത്തെ കവച്ചുവെക്കാൻ ആരുമില്ല. തേജസ്സിൽ അദ്ദേഹത്തെ അതിശയിക്കാൻ ആരുമില്ല. വിജയത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആരുമില്ല. ഉദ്യമത്തിലും ശക്തിയിലും കൃഷ്ണൻ അദ്വിതീയനാണ്. ശ്ലോകം 37. വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ മുനീനാമപ്യഹം വ്യാസഃ കവീനാമുശനാ കവിഃ. വിവർത്തനം. വൃഷ്ണികുലത്തിൽ വാസുദേവനും പാണ്ഡവരിൽ അർജുനനും മുനികളിൽ വ്യാസനും ചിന്തകരിൽ ഉശനാകവിയുമാണ് ഞാൻ. ഭാവാർത്ഥം. ആദിപുമാനായ ഭഗവാനാണ് കൃഷ്ണൻ. ബലരാമൻ കൃഷ്ണന്റെ അടുത്ത രൂപവിസ്തരണവും. കൃഷ്ണനും ബലരാമനും വാസുദേവ പുത്രന്മാരായിട്ടാണ് പിറന്നത്. രണ്ടുപേരെയും വാസുദേവനെന്ന് പറയുന്നതിൽ തെറ്റില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൃഷ്ണൻ വൃന്ദാവനം വിട്ടു പോകാറില്ല. അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും പ്രത്യക്ഷീഭവിക്കുന്നവ അദ്ദേഹത്തിൻ്റെ രൂപവിസ്തരണങ്ങളാണെന്ന് പറയാം. കൃഷ്ണന്റെ തൊട്ടടുത്ത രൂപവിസ്തരണമാകയാൽ വാസുദേവൻ ബലദേവൻ അഥവാ ബലരാമനത്രേ. എല്ലാ അവതാരങ്ങളുടെയും ആദിമൂലമാകയാൽ അദ്ദേഹമാണ് വാസുദേവന്റെ സ്രോതസ്. കൃഷ്ണന് ഏറ്റവും അടുത്ത ഇത്തരം രൂപവിസ്തരണങ്ങളെ സ്വാംശങ്ങളെന്ന് പറയുന്നു. ഭഗവാന് വിഭിന്നാംശങ്ങളെന്ന വിസ്തരണങ്ങളുമുണ്ട്. പാണ്ഡവരിൽ അർജുനൻ ധനഞ്ജയൻ എന്ന പേരിൽ പ്രശസ്തനാണ്. ഉത്തമ പുരുഷനെന്ന നിലയ്ക്ക് അദ്ദേഹം കൃഷ്ണന്റെ പ്രതിനിധിയാണ്. വൈദിക ജ്ഞാനത്തിൽ വേണ്ടത്ര പാണ്ഡിത്യം നേടിയ മുനികളിൽ ശ്രേഷ്ഠൻ. വൈദിക ജ്ഞാനത്തെ ഈ കലിയുഗത്തിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം വിവിധ രീതികളിൽ അവതരിപ്പിച്ച വ്യാസനാണ്. വ്യാസനും കൃഷ്ണന്റെ അവതാരമായി അറിയപ്പെടുന്നു. അദ്ദേഹവും ഭഗവത് പ്രതിനിധിയാണ്. ഏതു വിഷയത്തെക്കുറിച്ചും അഗാധമായി ചിന്തിച്ചറിയുവാൻ കഴിവുള്ളവരത്രേ കവികൾ. അവരിൽ അസുരന്മാരുടെ ഗുരുവായ ഉശനസ് അഥവാ ശുക്രാചാര്യരാണ് ഏറ്റവും ബുദ്ധിശാലിയും ദൂരദർശിയുമായ രാജ്യതന്ത്രജ്ഞൻ. അങ്ങനെ ശുക്രാചാര്യർ ഭഗവദൈശ്വര്യത്തിൻ്റെ മറ്റൊരു പ്രതിനിധിയാകുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.